സൈഡ് കൊടുക്കാത്തതിൽ പ്രകോപിതരായി ഓട്ടോ ഡ്രൈവറും കാറുകാരും തമ്മിൽ തർക്കം. സംഭവത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് പരിക്ക്. നൂറ് മൈതാനം പത്തമ്പാട് സ്വദേശി യാസിക്കിനാണ് പരിക്ക് പറ്റിയത്. ഓട്ടോക്കാരൻ മോശമായി പെരുമാറിയെന്നും തള്ളിമാറ്റിയെന്നും കാറിലുണ്ടായിരുന്ന സ്ത്രീ പറയുന്നു. മർദ്ദിച്ചുവെന്ന് ആരോപണം ഉന്നയിച്ചവർ തിരൂർ പോലീസിന്റെ കസ്റ്റഡിയിൽ. എന്താണ് സംഭവിച്ചത്? പൂക്കെന്നാണ് ഇത് സംഭവിക്കുന്നത്. അത് റോങ് സൈഡ് കയറിക്കുന്നുള്ള എൻ്റെ അടുത്തുനിന്ന് തെറ്റാണ്. അതപ്പം തന്നെ അവിടുന്ന് പറഞ്ഞ് തീരുമാനമാക്കി പോയതാണ്. പിന്നെ ഞാൻ ഈ സൈഡ് കൊടുക്കുമ്പോൾ ആ സൈഡ് കൊടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി എടുക്കുകയാണ്. പിന്നെ ആസാദിൻ്റെ അവിടെ വെച്ചിട്ടാണ് ഇന്നെ വണ്ടി ബ്ലോക്കാക്കി ഇട്ടത്. അതിൽ ഇന്നെ ഒന്നായിട്ട് പിടിച്ചിങ്ങാണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ നന്നായിട്ടുണ്ട് വലിച്ചിട്ട് താഴത്തേക്ക്. അതിൽ ഇന്നെ ഒരുപാട് മാന്തൊക്കെ അടിച്ചവൻ. പിന്നെ ഇത് ഒരു 2 മണിയായിട്ടുണ്ടാവും. ഞാൻ സ്കൂൾ കുട്ടികളെ എടുക്കാൻ പോവുകയാണ്. TIC എന്നാണ് കുട്ടികളെ എടുക്കുന്നത്. അതിൽ ഒന്നായിട്ട് എന്നെ പിടിച്ച് ഞാൻ അവനോട് ഒരു വാക്ക് പോലും ഒന്നും ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല. വേറെ അനാവശ്യമായിട്ട് ഒരു കാര്യം അവനോട് പറഞ്ഞിട്ടില്ല. എന്നെ എൻ്റെ പിടിച്ച് വലിച്ച് പിന്നെ അവരെ കുറേ ആൾക്കാർ വന്നുങ്ങാണ്ട് എന്നെ പിടിച്ച് ഉന്തി റോട്ടും വെച്ച് എൻ്റെ തലേൻ്റെ ഈ മണ്ടഭാഗം വേദനയായിട്ട് വയ്യ. അതൊന്നായിട്ട് കൈ ഒന്നായിട്ട് ഇങ്ങനെ പിടിച്ച് ഇവിടെ ഇവിടെ ഭയങ്കര വേദന. പിന്നെ എന്തോ സ്പ്രേ ഉണ്ടായിരുന്നു അവരെ കൈക്കൽ. അതൊക്കെ പെപ്പർ സ്പ്രേ എന്താ ഉണ്ടായിരുന്നു. അത് മേത്തേക്ക് അടിക്കാൻ നോക്കിയവർ. അതിൻ്റെ കണ്ണൊക്കെ ഭയങ്കര വേദന വരുന്നുണ്ട്. എൻ്റെ മേലും കൈ മൊത്തത്തിൽ വേദന ആകും. വെജ് എണീച്ച് നടക്കാനും കൂടി എനിക്ക് വെജ്ജ. നമ്മൾ ഈ ഓട്ടോറിക്ഷയായിട്ട് ഓടി ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മളൊരാൾക്കൊരു ഇത്രയും കാലമായിട്ട് ഒരു ഉപദ്രവം നമ്മൾ ആർക്കും ചെയ്തിട്ടില്ല. അവർ ഒരു 4-5 പേരുണ്ടായിരുന്നു. എത്ര പേരുണ്ടെന്ന് കറക്റ്റ് അറിയില്ല. ഇത് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട് ഒരു 4-5 പേരുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് എന്നെ ആക്രമിച്ച്. പിന്നെ ഒരു മുടി വളർത്തിയ ഒരു ചങ്ങായി ഉണ്ട്. അതിൻ്റെ വണ്ടിൻ്റെ ഫ്രണ്ടിലത്തെ ഗ്ലാസ് ഒന്നായിട്ട് അടിച്ച് പൊട്ടിച്ചിരിക്കണത്. വേറെ നമുക്ക് വേറെ ഒരു മാർഗ്ഗം ജീവിക്കാനും വേറെ മാർഗ്ഗമോ കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ഗൾഫിൽ പോയിരുന്ന ആളേന്ന്. ഞാൻ എൻ്റെ ഉപ്പാക്ക് സുഖമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നാട്ടിൽ നിൽക്കുകയാണ്. ഇപ്പോൾ മരിച്ചിട്ട് അതിന് കുറച്ചായിട്ടുള്ളൂ ഇപ്പോൾ ഇവിടെ. അപ്പോൾ നമുക്ക് അന്നാന്ന് കിട്ടുന്ന ചിലവ് അന്നാന്ന് കഴിഞ്ഞ് പോകുന്ന ആൾക്കാരാണ് നമ്മളൊരാൾക്കൊരു ഉപദ്രവം ചെയ്തിട്ടൊന്നുമില്ല.